തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അർഹതപ്പെട്ട സീറ്റുകൾ ആവശ്യപ്പെടുമെന്ന് കേരള കോൺഗ്രസ് മുസ്ലിം ലീഗും വാർഡ് പുനർനിർണയം ഉണ്ടാകുന്നതോടെ ശക്തി കേന്ദ്രങ്ങളിൽ അവകാശവാദം ഉന്നയിക്കുമെന്ന് UDF ഘടകകക്ഷികൾ പറയുന്നു. ജയസാധ്യത കണക്കിലെടുത്ത് മാത്രമാകും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥി നിർണയമെന്നും കോൺഗ്രസും ഘടകകക്ഷികളും വ്യക്തമാക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ UDF ഘടകകക്ഷികൾ നിലപാട് വ്യക്തമാക്കുകയാണ്. ജയസാധ്യതയുള്ള സീറ്റുകൾ വെച്ചുമാറാൻ പാർട്ടികൾ വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ് കോൺഗ്രസ് നിലപാട്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും മുസ്ലിം ലീഗും മുന്നണിയെ ധരിപ്പിച്ചെങ്കിലും ശക്തി കേന്ദ്രങ്ങളിൽ അർഹമായ സീറ്റുകൾ വേണമെന്ന നിലപാടിലാണ് പാർട്ടികൾ. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾക്ക് പുറമെ കോഴിക്കോട് മലയോര മേഖലയിലും വാർഡ് പുനർനിർണയത്തിൽ അർഹമായ പരിഗണന ഉണ്ടാകുമെന്ന് ജോസഫ് വിഭാഗം പ്രതീക്ഷിക്കുന്നു. അർഹതപ്പെട്ട സീറ്റുകൾ നമ്മൾ വാങ്ങിച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഉഭയകക്ഷി ചർച്ചകളിൽ നിലപാടറിയിക്കുമെന്നും പരസ്പര വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നു. ശക്തി കേന്ദ്രങ്ങളെ കൂടുതൽ ബോധ്യമാക്കുമെന്നും മുസ്ലിം ലീഗ്. സീറ്റുകൾ പലയിടത്തും വർദ്ധിച്ചിട്ടുണ്ട്. അതിനാനുപാതികമായി മുസ്ലിം ലീഗിനും അർഹത ഉണ്ടാവുമല്ലോ. അത് കേരളത്തിൽ എല്ലായിടത്തും ചർച്ചകൾ നടക്കും. ചർച്ച ചെയ്ത് യോജിച്ചൊരു തീരുമാനത്തിലെത്തും. എല്ലാ ജില്ലകളിലും ഓരോ പാർട്ടികൾക്കും അവരുടേതായ സ്ഥാനവും പ്രാധാന്യമുണ്ട്. അതിൽ മധ്യവും തെക്കും വടക്കും ഒന്നും വ്യത്യാസമില്ല. അതൊക്കെ UDFന് ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കാൻ കഴിയും. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജയസാധ്യത ഇല്ലാതാക്കരുതെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രവർത്തനം തുടങ്ങണമെന്നും UDF നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നു. മുന്നണിയുടെ കെട്ടുറപ്പിന് കോൺഗ്രസ് പാർട്ടിയും ആവശ്യമായ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന് ഇരു പാർട്ടികളും ആവശ്യപ്പെടുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിൽ ഉയർത്തുന്ന ഏതൊരു അസംതൃപ്തിയെയും ജാഗ്രതയോടെ സമീപിക്കണമെന്നാണ് മുസ്ലിം ലീഗ് നിലപാട്. ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.